ശാന്തി. നെഗറ്റീവ് എനർജി എങ്ങനെയാണ് പരിശോധിക്കേണ്ടത് എന്ന വീഡിയോ ഞാൻ ഇത് കുറച്ച് മുന്നിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ച ഒരു കാര്യമായിരുന്നു, നെഗറ്റീവ് എനർജിനെ ഇല്ലാതാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, അതിനെന്തെങ്കിലും മെഡിറ്റേഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞു തരുമെന്നൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് നെഗറ്റീവ് എനർജീനെ ഇല്ലാതാക്കാനുള്ളതായിരിക്കുന്ന മെഡിറ്റേഷൻ എന്താണ്, അതാണ് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. അതിൽ തന്നെ കുറച്ച് ഫിസിക്കലായിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടായിരിക്കും. ഒന്ന്, ഒരു ചെറിയ മൺചര, അതിൻ്റെ ഉള്ളിൽ ചെറിയ പളങ്കുകൾ പോലെ ഭംഗിയിലിട്ട് വെച്ച് കുറച്ച് കർപ്പൂരം ഇട്ട് വെക്കുക. എവിടെയാണോ നമുക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ പോസിറ്റീവ് എനർജിയുടെ കുറവ് ഫീൽ ചെയ്യുന്നത്, അവിടെ നിങ്ങൾക്ക് അതിട്ട് വെക്കുകയാണെങ്കിൽ ആ കർപ്പൂരത്തിൻ്റെ ഗന്ധം അന്തരീക്ഷത്തിൽ പതുക്കെ ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യുന്ന സാധനമാണ്. പിന്നെ വിളക്ക് വെക്കാനായിട്ട് താല്പര്യമുള്ളവർ, ഇഷ്ടമുള്ളവർക്ക് നെയ്വിളക്ക് കൊളുത്തി വെക്കുന്നതും ഒരു തരത്തിൽ നമുക്ക് പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അത് ആർക്ക് പറ്റുമോ അവർക്ക് കേട്ടോ. എല്ലാവരോടും ഞാൻ നെയ്വിളക്ക് കൊളുത്തി വെക്കാനല്ല പറയുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ അങ്ങനെയുള്ള സ്ഥലത്തൊരു ഭംഗിയിൽ ഡെക്കറേറ്റീവായിട്ട് നെയ്വിളക്ക് കൊളുത്തി വെക്കാം. അതും ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇതെല്ലാം കുറച്ച് സാധനങ്ങൾ. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഒരു മണ്ണിൻ്റെ ഒരു പാത്രത്തിനുള്ളിൽ കുറച്ച് ഉപ്പ്, കല്ലുപ്പ്, സാധാരണ നമ്മൾ അടുക്കളയൊക്കെ ഉപയോഗിക്കുന്നതായിട്ടുള്ള ക്രിസ്റ്റലായിട്ടുള്ള കല്ലുപ്പ് വാങ്ങിയിട്ട് ആ ഉപ്പ് നിറച്ച് വെച്ചേക്കുക. പതുക്കെ അത് വെള്ളാവണേക്കാൾ മുന്നേ എടുത്ത് മാറ്റുക, വീണ്ടും അതിൻ്റെ ഉള്ളിൽ ഉപ്പ് നിറയ്ക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് സീ സാൾട്ട് എന്നൊരു സാധനം നമുക്ക് കിട്ടും. അത് വേണമെങ്കിൽ ഇൻ്റർനെറ്റിലൊക്കെ നമുക്ക് അത് ബുക്ക് ചെയ്ത് വാങ്ങാവുന്നതേ ഉള്ളൂ, ഓൺലൈനിൽ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും, അതും നല്ല ഭംഗിയുള്ള മൺപാത്രങ്ങളായിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം പ്രകൃതിയായിട്ട് ബന്ധമുള്ള പാത്രങ്ങളിലൂടെ നിറച്ച് ഏതെങ്കിലും കോർണറിലൊക്കെ വെക്കുന്നത് നെഗറ്റീവ് എനർജീനെ അബ്സർബ് ചെയ്യാനും പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യാനും പറ്റുന്നതായിട്ടുള്ള സാധനങ്ങളാണ്. അപ്പം അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്ഥൂലമായിട്ട് സാധനങ്ങളായിട്ടും കാര്യങ്ങളായിട്ടും ചെയ്യാൻ സാധിക്കും. പിന്നെ ഓം ധ്വനി അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ, ഏത് റിലീജിയനിലുള്ള ആളുകളാണെങ്കിലും അതേ രീതിയിൽ സന്ധ്യാസമയത്ത് അതുപോലെ പ്രഭാത സമയത്തൊക്കെ നിങ്ങൾ ഉറക്കെ, നിങ്ങൾ ആ ഖുറാനാണെങ്കിൽ ഖുറാൻ, ബൈബിളാണെങ്കിൽ ബൈബിള്, ഗീതയാണെങ്കിൽ ഗീത, ഏതെങ്കിലും ധാർമ്മിക ഗ്രന്ഥങ്ങളെ ഉറക്ക വായിക്കുന്നതും ഒരു പരിധി വരെ നമുക്ക് പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. പിന്നെ മറ്റൊന്ന്, നിങ്ങൾ സന്ധ്യാസമയങ്ങളിൽ കഴിവതും ഉറക്കെ TV സീരിയൽസിലെ കരയുന്ന ദൃശ്യങ്ങളെ, ഒരുപാട് ബഹളുണ്ടാക്കുന്നതായിരുന്ന ദൃശ്യങ്ങളൊക്കെ ശബ്ദമുഖരിതമാകാതെ കുറച്ച് സൈലൻസ് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ കീപ്പ് ചെയ്യുന്നത് പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന സാധനങ്ങളാണ്. ഇതൊക്കെ സാധനങ്ങളുടെ രൂപത്തിലാണെങ്കിൽ, ഇനി ഞാൻ നിങ്ങൾക്ക് അന്ന് പറഞ്ഞു തന്നിരുന്നു വെള്ളത്തിൽ നാരങ്ങ ഇട്ട് വെക്കാൻ. ഒരു കഷ്ണം നാരങ്ങയല്ല ഇട്ട് വെക്കേണ്ടത്, ഫുള്ളായിട്ടുള്ള നാരങ്ങയാണ് ഇട്ട് വെക്കേണ്ടത്. അത് ഗ്ലാസ്സിൽ തന്നെ ഇട്ട് വെക്കണം. അപ്പം നമുക്കതിൽ അടച്ചു വെക്കേണ്ട, തുറന്നു വെക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്കറിയാലോ, നല്ല സാധനം, നല്ല സുഗന്ധമുള്ളതുണ്ടെങ്കിൽ ദുർഗന്ധമുള്ളതുണ്ട്. അതുപോലെ തന്നെ പോസിറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളും ഉണ്ട്, നെഗറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളും ഉണ്ട്. അപ്പം അതുകൊണ്ട് പോസിറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. പിന്നെ വേറൊരു കാര്യം, ഇതിനേക്കാളൊക്കെ ഒരു 100 മടങ്ങ് പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. പക്ഷെ ഒരു കാര്യം നിർബന്ധമാണ്, ഈ കാര്യം നമുക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കണം. അത് അപ്പോഴാണ് നമ്മുടെ എനർജി, സ്വന്തം ഓറ പവർഫുൾ ആക്കാൻ നമുക്ക് സാധിക്കുക. നമ്മുടെ ഓറ പവർഫുൾ ആക്കുമ്പോൾ അതിനെ സ്പ്രെഡ് ചെയ്ത് നമ്മുടെ വീടും ആ വീടിൻ്റെ അന്തരീക്ഷം മുഴുവൻ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഇതിലാദ്യം ചെയ്യേണ്ട കാര്യം, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെവിടെയാണോ നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കുക ആ സ്ഥലത്ത് ഇരിക്കുക. എന്നിട്ട് ഒരു 15-20 മിനിറ്റ് നേരം നമ്മളെ തന്നെ ചാർജ് ചെയ്യാനുള്ളതായിട്ടുള്ള, ഇതിൽ തന്നെ ഞാൻ ഓറ ക്ലീനിങ് മെഡിറ്റേഷൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് നോക്കിയാൽ നിങ്ങളെ സ്വന്തം ഓറ ക്ലീൻ ചെയ്യാൻ വേണ്ടി എങ്ങനെയാണ് മെഡിറ്റേറ്റ് ചെയ്യേണ്ടത് ആ കാര്യം അതിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ട് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എങ്കിൽ തൊട്ടടുത്തുള്ള ബ്രഹ്മകുമാരി സെൻറ്ററിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് രാജയോഗ മെഡിറ്റേഷൻ ഫ്രീ ഓഫ് കോസ്റ്റിൽ പഠിക്കാം. അത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയാൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഉപബോധ മനസ്സിനെ ശാന്തമാക്കാനും നമ്മുടെ മനസ്സിലെ ഭാരങ്ങളൊക്കെ ഇറക്കി വെക്കാനുള്ള ഒരു നല്ല സ്ഥലമാണ്, മെത്തേഡാണ്. കഴിയുമെങ്കിൽ പോയി പഠിക്കുക. ഇല്ലെങ്കിൽ ഓറ ക്ലീനിങ് മെഡിറ്റേഷൻ ഫുൾ കോൺസെൻട്രേഷനിൽ ചെയ്ത ശേഷം അതിൽ നമ്മുടെ ചുറ്റും ഒരു പരമാത്മാവിൻ്റെ പ്രകാശകിരണം വരുന്നതും അത് ആത്മാവിൽ നിറഞ്ഞ് ശരീരത്തിൻ്റെ ചുറ്റും വ്യാപിക്കുന്നതായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അത് പതുക്കെ ശരീരം നിങ്ങൾ കാണുക. നമ്മുടെ ചുറ്റും, എനിക്ക് ചുറ്റും ആദ്യത്തെ പ്രകാശവലയായി അത് ആ പ്രകാശത്തിൻ്റെ ബബിളിങ്ങനെ വലുതായി നിങ്ങളുടെ വീട്, നിങ്ങളുടെ ആ വീടിൻ്റെ ആ മുറി, നിങ്ങളൊരു മുറിയിലിരിക്കുകയാണെങ്കിൽ ആദ്യം ആ മുറി നിറയുന്നതായിട്ട് കാണുക. പതുക്കെ അതിങ്ങനെ സ്പ്രെഡായി നിങ്ങളുടെ വീട്ടിൽ നിറയുന്നതായിട്ട് കാണുക. പിന്നെ നിങ്ങളുടെ വീടും ആ വീടിനോട് ചേർന്ന് ഒരു മതിൽക്കെട്ട്, ആ ഒരു തൊടി ഉണ്ടെങ്കിൽ ആ തൊടിയിൽ എത്ര ഏരിയ വേണോ അത്ര ഏരിയയിലേക്ക് വലുതായിട്ട് മാറുന്നതായിട്ട് ആ ബബിളിനെ കാണുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എനർജി വന്ന് ഒഴുകി നിറയുന്നതായിട്ടും ആ എനർജിയിൽ ഫുള്ളായിട്ട് സ്പ്രെഡായിട്ട്
ശരിക്കും പറഞ്ഞാൽ ഒരു പ്രകാശത്തിൻ്റെ അതിതീക്ഷ്ണമായ പ്രകാശഗോളത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ വീടും പരിസരമായിട്ട് മാറുന്നതായിട്ട് സങ്കല്പിക്കുക. അത് നിങ്ങൾക്ക് ഒന്നുകിൽ ബ്രൈറ്റ് വൈറ്റ് ലൈറ്റായിട്ട് കാണാം, അല്ലെങ്കിൽ ഓറഞ്ച് വർണ്ണം, ശരിക്കും അഗ്നിയുടെ വർണ്ണത്തിലുള്ളതായിട്ടുള്ള പ്രകാശം നിറയുന്നതായിട്ട് കാണാം. ഈ ഏതെങ്കിലും ഒരു വർണ്ണത്തിലുള്ള പ്രകാശം നിറഞ്ഞുകൊണ്ടുള്ളതായിരിക്കുന്ന ഒരു ബബിള് കാണുക. ആ ബബിളിൻ്റെ ഉള്ളിൽ നിങ്ങൾ സുന്ദരഹസ്തമായിട്ടിരിക്കുന്നതായിട്ടും അവിടെ ആ പരമാത്മാവിൻ്റെ, ഭഗവാന്റെ, ഈശ്വരൻ്റെ ശക്തി നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഫുള്ളായിട്ടും എനർജി വന്നിരിക്കുന്നു. കംപ്ലീറ്റ്ലി നിങ്ങൾ കാമാണ്, കൂളാണ്. അവിടെ പോസിറ്റീവ് എനർജി മാത്രമേ ഉള്ളൂ, നെഗറ്റീവ് എനർജിയേ ഇല്ല. അഗ്നി പോലെ നിറഞ്ഞു നിൽക്കുന്ന പോസിറ്റീവ് എനർജിയുടെ ഊർജ്ജം കാണുക. അതിൽ കംഫർട്ടായിട്ട് സുഖകരമായിട്ടിരിക്കുക. നിങ്ങളുടെ വീട്ടിലെ എല്ലാ അംഗങ്ങളും അതിലിരിക്കുന്നതായിട്ടും എല്ലാവരും സ്വസ്ഥമായിട്ട് ഹെൽത്തിയായി ഹാപ്പിയായി നല്ല റിലേഷൻഷിപ്പിലോടുകൂടി ഒന്നിച്ച് സന്തോഷമായിട്ട് ഈശ്വരൻ്റെ പ്രകാശകിരണങ്ങൾ ഇരിക്കുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. ഇത് നിങ്ങൾക്ക് അഥവാ നിങ്ങളുടെ വീട്ടിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നെഗറ്റീവ് എനർജി നിങ്ങൾ കണ്ടുവെങ്കിൽ രാവിലെയും വൈകുന്നേരവും ഉച്ചയ്ക്കും രാത്രി ഉറങ്ങുന്ന സമയത്തും ചെയ്യുക. പ്രത്യേകിച്ചും രാത്രി ഉറങ്ങുന്നതിനേക്കാൾ മുന്നേ ഇത്തരത്തിൽ പ്രകാശത്തിൻ്റെ ബബിളിലാക്കി നമ്മുടെ ഭഗവാന്റെ കയ്യിൽ വീടും പരിസരമൊക്കെ പ്രൊട്ടക്ട് ചെയ്തിട്ട് ഉറങ്ങുക. ഒരു വിധത്തിലുള്ളതായിരിക്കുന്ന നെഗറ്റീവ് എന്ന് വെച്ചാൽ കള്ളന് പോലും നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി വരാൻ പറ്റില്ല. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം വാതിൽ തുറന്നിട്ട് കിടന്നിട്ട് ഇനി കള്ളം വരുമോ ഇല്ലയെന്ന് പരീക്ഷിക്കാനുള്ളതല്ല പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് നമ്മുടെ സങ്കല്പം കൊണ്ടുണ്ടാക്കുന്ന ഊർജ്ജത്തിൽ പ്രൊട്ടക്ട് ചെയ്ത് കിടന്നാൽ സ്വാഭാവികമായിട്ടും ഒരു വിധത്തിലുള്ള ശല്യങ്ങളില്ലാതെ നന്നായിട്ട് ഉറങ്ങാനും പറ്റും. എല്ലാവർക്കും സംരക്ഷണവും കിട്ടും. ഒരു വിധത്തിലുള്ള എനർജിയും നിങ്ങളെ ബാധിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് ഹാപ്പിയസ്റ്റ് ആയിട്ട് ജീവിക്കാൻ പറ്റും, അവനവനെ രക്ഷിക്കാൻ പറ്റും. അതുകൊണ്ട് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.